BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalaya, the favorite silks. Monarch Furniture near Hotel Lampadi, Rotary Junction, Todupuzha. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, Todupuzha. Royal, the complete family shopping near Private Bus Stand, Todupuzha. Bionormal Newman College Road, Todupuzha. Phone 944722 792 9895423129 04862 224248. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ Square, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. Hedge Wealth Management Services. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Todupuzha. Banaras Utsav by Kalyan Silks. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. KP Worki and Sons, Kaganad Jewelers, Todupuzha, Kattapana, Perumbavoor, Kodamangalam, Adimali. Kerala State Legal Metrology License and Technician സഹകരണ സംഘം, HO, തൊടുപുഴ. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. IDCB. Let your deposits grow safe. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ പണിമുടക്കിനോടനുബന്ധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ കോർണർ യോഗങ്ങൾ നടത്തി. തൊടുപുഴയിൽ നടന്ന യോഗം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ഇതിനോടനുബന്ധിച്ച് തൊടുപുഴ SBTക്ക് മുമ്പിൽ നടത്തിയ പ്രകടനവും യോഗവും AIBEA ജില്ലാ സെക്രട്ടറി PK ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി സ്വാശ്രയ സംഘങ്ങളുടെ ഉത്സവത്തോടനുബന്ധിച്ച് 2 വീലർ വിളംബര റാലി നടത്തി. മികച്ച ജൂനിയർ JC അംഗത്തിനുള്ള ദേശീയ അവാർഡ് തൊടുപുഴ ജൂനിയർ JC ചെയർമാൻ തോമസ് ടിനിക്ക്. കളക്ടറേറ്റ് കോമ്പൗണ്ടിലെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. വാർത്തകൾ വിശദമായി. വേതന പരിഷ്കരണം നേടിയെടുക്കുവാനും സിവിൽ സർവീസിലെ സംരക്ഷിക്കുവാനും അനിവാര്യമായ ജനുവരി 12 പണിമുടക്ക് വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ആക്ഷൻ കൌൺസിലിന്റെയും സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴ DDE ഓഫീസ് പരിസരത്ത് കോർണർ യോഗം സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ KK ഷാജി, PM ഫിറോസ്, TS ജുനൈദ്, TG രാജീവ് എന്നിവർ പങ്കെടുത്തു. 200ഓളം പേജുള്ള റിപ്പോർട്ടാണ് രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിന്റെ ഓരോ പേജ് മറിച്ച് നോക്കുമ്പോൾ പ്രതിലോമകരമായ അങ്ങേയറ്റം ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള വ്യവസ്ഥകൾ അതിന്റെ ഭാഗമായി വരികയാണ്. പൊതു അവധി ദിവസങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കാഷ്വൽ ലീവിന്റെ എണ്ണത്തെ സംബന്ധിച്ചുമുള്ള പരാമർശങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷെ പിന്നീട് നോക്കുമ്പോഴാണ് ആശ്രിത നിയമനം പോലെ ഏറ്റവും വൈകാരികമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കാണുന്ന വിഷയങ്ങളിൽ പോലും വളരെ പ്രതിലോമകരമായ ശുപാർശകൾ ഇതിന്റെ ഭാഗമായി വരികയാണ്. ഒരു സർക്കാർ ജീവനക്കാരൻ മരിക്കണമെങ്കിൽ, അതിന് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കണമെങ്കിൽ തന്റെ കുട്ടിക്ക് 16 വയസ്സെങ്കിലും പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മരിച്ചാൽ മാത്രമേ ആശ്രിത നിയമന വ്യവസ്ഥയനുസരിച്ച് അവന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ അവന്റെ അനന്തരാവകാശ
പുരോഗമനപരമായ ശുപാർശകൾ വരികയാണ്. ഇത് നോക്കൂ, എത്രമാത്രം വിപ്ലവാത്മകമായ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പോലെ. പെരുന്തേനീച്ച കുത്തി പരിക്കേറ്റു. പെരിങ്ങാശ്ശേരി മൂലക്കാട് വേലക്കുന്നേൽ ഗോപാലൻ, മരുമകൾ രഞ്ജിനി എന്നിവരെയാണ് പശു തീറ്റുന്നതിനിടയിൽ പെരുന്തേനീച്ച കുത്തി പരിക്കേൽപ്പിച്ചത്. ഇരുവരുടെയും നില ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കുമുറി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം നടത്തി. വെടിക്കെട്ടും ആകാശവിസ്മയവും ഒഴിവാക്കി ഈ തുകയും നഗരസഭയിൽ നിന്നും മുൻവർഷം ലഭിച്ച പ്രോത്സാഹന സമ്മാനത്തുകയും ചേർത്ത് 51 കുടുംബങ്ങൾക്കായി 5 വീതം വലിയ ഗ്രോ ബാഗുകളിൽ പച്ചക്കറി തൈകൾ വച്ചുപിടിപ്പിച്ച് വിതരണം ചെയ്തു. തൈകളുടെ വിതരണ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ നിർവഹിച്ചു. ഉത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സനിൽ ബാബു അധ്യക്ഷത വഹിച്ചു. ആന്റണി കണ്ടിരിക്കൽ ജൈവ പച്ചക്കറി കൃഷി രീതി വിശദീകരിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ എം ഹരിത്, വാർഡ് കൌൺസിലർ ജെസി ജോണി, ട്രാക്ക് സെക്രട്ടറി സണ്ണി തെക്കേക്കര, അസോസിയേഷൻ സെക്രട്ടറി സുകുമാർ അരിക്കുഴ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, മാസ്റ്റർ അൽഭിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്ക് ജീവനക്കാർ വെള്ളിയാഴ്ച പണിമുടക്കുന്നതിനോടനുബന്ധിച്ച് തൊടുപുഴ SBTക്ക് മുന്നിൽ ബാങ്ക് ജീവനക്കാർ പ്രകടനവും പൊതുയോഗവും നടത്തി. AIBEA ജില്ലാ സെക്രട്ടറി PK ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. CS സണ്ണി, നെഹാസ്, MK ലീലാമ്മ, ജോജോ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് ജീവനക്കാർ വെള്ളിയാഴ്ച പണിമുടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും SBI മാനേജ്മെന്റിന്റെയും തൊഴിലാളി ട്രേഡ് യൂണിയൻ വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത്. കോർപ്പറേറ്റുകളെ സഹായിക്കുവാൻ വേണ്ടി, പൊതുമേഖലാ ബാങ്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അതിന്റെ രാജാവായി ഉയർത്താൻ വേണ്ടി അതിന്റെ അസോസിയേറ്റ് ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കുമ്പോൾ കേരളത്തിന്റെ തനതായ ബാങ്ക് SBT തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലഘട്ടം തുടങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SBT അതിനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. ഇത് വെച്ച് പൊറപ്പിക്കാൻ ബാങ്കിങ് ജീവനക്കാരന് സാധിക്കത്തില്ല. ഈ SBT ഉൾപ്പെടെയുള്ള ബാങ്കുകളെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ സിൻഡിക്കേറ്റ് ബാങ്കും യൂണിയൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ബറോഡയും എന്തിനേറെ പറയുന്നു ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും അങ്ങനെ വിവിധ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് 3-4 ബാങ്കുകളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ബാങ്ക് ലയനത്തിന് കേന്ദ്ര സർക്കാരും SBIയും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ആചരിക്കേണ്ട കാലഘട്ടം സിന്ദാബാദ്. സമരം സിന്ദാബാദ്. സമരം സിന്ദാബാദ്. സമരം സിന്ദാബാദ്. തുടരുന്നു. മിനി ടൂറിസ്റ്റ് ബസിൽ ഓട്ടോ ഇടിച്ച് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്നു. ബുധനാഴ്ച വൈകുന്നേരം തൊടുപുഴ മുതലക്കോണം റൂട്ടിൽ മങ്ങാട്ടുകവലയ്ക്ക് സമീപം തെറ്റായ ദിശയിൽ പാർക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസിന്റെ സൈഡിലുള്ള ലഗേജ് ഗ്യാരേജിന്റെ ഡോർ തുറന്നു കിടന്നത് കാണാതെ വന്ന ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. വലിയൊരു അപകടത്തിൽ നിന്നും നിസാര പരിക്കുകളോടെയാണ് ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വന്നപ്പോഴത്തേക്കും ഹൈ സ്പീഡിൽ ബസ് വന്നപ്പോ ഈ വണ്ടി സൈഡാക്കിയതാണ് ഓട്ടോറിക്ഷ. അപ്പൊ ഈ തുറന്നു വെച്ചങ്ങനെ ഡോർ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഡോർ ശ്രദ്ധിക്കാതെ ആർക്കും കണ്ണിപ്പെടൂല സംഭവം. വണ്ടിയുടെ ബോഡി നോക്കിയാണ് വണ്ടിക്കാർ വരുന്നത്. അപ്പോഴത്തേക്കും കയറി ഒറ്റ തട്ടം കൂടി തട്ടി. പറവൂർ സ്വദേശിയുടെ തൊടുപുഴ രജിസ്ട്രേഷനിലുള്ള ടൂറിസ്റ്റ് ബസ് ദിവസങ്ങളായി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതായും റോഡ് സൈഡിൽ അശ്രദ്ധമായി ലഗേജ് ഗ്യാരേജിന്റെ ഡോർ തുറന്നിട്ട് അപകടകരമായ സ്ഥിതി ഉണ്ടാക്കിയ ബസ് ഉടമയ്ക്കെതിരെ നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു. തുടർന്ന് നാട്ടുകാർ കൂടി ഗതാഗതം തടസ്സപ്പെടുത്തിയപ്പോൾ പോലീസ് എത്തി ബസ് ഉടമയെ വിളിച്ച് വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. തൊടുപുഴയിലുള്ള ഇടുക്കി പ്രസ് ക്ലബ്ബ് ഹാളിൽ ആരംഭിച്ച മാതൃഭൂമി പുസ്തകമേളയിൽ തിരക്കേറുന്നു. മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, ഞാൻ മലാല, ക്യാൻസർ വാർഡിലെ ചിരി, മൊയ്തീൻ, കാഞ്ചനമാല, ഒരപൂർവ പ്രണയ ജീവിതം, സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകങ്ങൾ എന്നിവയ്ക്ക് ആവശ്യക്കാരേറെയാണ്. സ്കൂൾ കോളേജ് ലൈബ്രറികൾക്ക് ആകർഷകമായ വിലക്കുറവുമുണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7 വരെയാണ് പുസ്തകമേള.
മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിറവ് പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് ഉയർത്തിയിരിക്കുന്ന കഥകളി തെയ്യം രൂപങ്ങൾ ശ്രദ്ധേയമായി. തൊടുപുഴ നഗരത്തിനും മുതലക്കോടത്തുമാണ് നിറവിന്റെ പ്രചരണാർത്ഥം ഇത്തരം രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. നിറവിനെ കലയുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ പറഞ്ഞു. നിറവാഘോഷത്തിന്റെ വിളംബരം കുറിച്ചുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്നും 2 വീലർ റാലി ആരംഭിക്കും. ആ 2 വീലർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഇടുക്കി ജില്ലാ നെഹ്റു യുവകേന്ദ്രയുടെ കോർഡിനേറ്റർ കെ ഹരിലാലാണ്. റാലി മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച് കുന്നത്ത് ചെല്ലുമ്പോൾ ഈ ലൈബ്രറിയുടെ സ്ഥാപകൻ തുറക്കൽ ഉലഹന്നൻ എന്ന് പറയുന്ന ആളാണ്. 948 കുന്നത്ത് ആരംഭിച്ച ലൈബ്രറിയുടെ സ്ഥാപക നേതാവ് എന്ന നിലയ്ക്ക് തുറക്കൽ ഉലഹന്നൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പിന്മുറക്കാരിൽ നിന്നും ലൈബ്രറിയുടെ പതാക ലൈബ്രറി പ്രസിഡന്റ് ഏറ്റുവാങ്ങുകയും ആ പതാക തിരിച്ച് മുതലക്കുടത്ത് വന്ന് പ്രത്യേക സജ്ജമാക്കിയ കൊടിമരത്തിൽ മുതലക്കുടം പള്ളി വികാരി റവറൻഡ് ഫാദർ ജോസഫ് അടപ്പൂര് പതാക ഉയർത്തും. അതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് 9-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മങ്ങാട്ടുകവലയിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ 100 കണക്കിന് കലാരൂപങ്ങൾ, കേരളത്തിലെ എല്ലാ പൗരാണിക കലാരൂപങ്ങളും 250ഓളം ചെണ്ടമേളക്കാർ, ബാൻഡ് സെറ്റുകാർ, നാസിക് ഡോളുകാർ, 50ഓളം കൊട്ടക്കാവടികൾ, 20ഓളം തെയ്യരൂപങ്ങൾ, 20ഓളം കഥകളി രൂപങ്ങൾ, മോഹിനിയാട്ട വേഷങ്ങൾ, ദേവനൃത്തങ്ങൾ എന്നുവേണ്ട കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളും, തൃശ്ശൂരിൽ നിന്നുള്ള പുലികൾ, അതുപോലെ തൊടുപുഴയിൽ ആദ്യമായിട്ടെത്തുന്ന അർജുന നൃത്തം, തൊടുപുഴയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അർജുന നൃത്തം എത്തുന്നത്. ആ നിലയിൽ 100 കണക്കിന് കലാകാരന്മാർ അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര. ആ സാംസ്കാരിക ഘോഷയാത്ര 4 മണിക്ക് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കും. അതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ മാത്യു ആണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഘോഷയാത്ര മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച് മുതലക്കുടത്ത് എത്തിച്ചേരുമ്പോൾ PN പണിക്കർ നഗറിൽ സെൻറ് ജോർജ് UP സ്കൂൾ പരിസരത്താണ് നടക്കുന്നത് സമാപന സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും. സാംസ്കാരിക സമ്മേളനം തൊടുപുഴയുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വെച്ച് ഘോഷയാത്രയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ നല്ല ഘോഷയാത്രയ്ക്കുള്ള സമ്മാനം ഇടുക്കിയുടെ MP ശ്രീ ജോയ്സ് ജോർജ് വിതരണം ചെയ്യും. പുതിയ ഒരു ആഘോഷമെന്ന നിലയിൽ ഇനി വരും കാലങ്ങളിലെല്ലാം നിറവെന്ന പേരിൽ ഈ ആഘോഷ പരിപാടികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള സ്വാശ്രയ സംഘങ്ങളുടെ ഉത്സവത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് നടത്തിയ 2 വീലർ വിളംബര റാലി മങ്ങാട്ടുകവലയിൽ നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ കെ ഹരിലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജയ്ഹിന്ദ് ലൈബ്രറി ഭാരവാഹികൾ നേതൃത്വം നൽകി. നെഹ്റു യുവകേന്ദ്രയുടെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ സംഘടന ഓരോ ദിവസവും നൂതനമായിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര സംയുക്താഭിമുഖ്യത്തിൽ സാംസ്കാരിക ഘോഷയാത്ര ശനിയാഴ്ച നടക്കും. ഇതിന്റെ മുന്നോടിയായിട്ടുള്ള
ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ 2015 ഏറ്റവും മികച്ച ജൂനിയർ ജെസി അംഗത്തിനുള്ള ദേശീയ അവാർഡ് JCI തൊടുപുഴയുടെ ജൂനിയർ ജെസി വിംഗ് ചെയർമാൻ തോമസ് ടിനിക്ക് ലഭിച്ചതായി ജെസിസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 26 മുതൽ 30 വരെ ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന ജെസിസ് ദേശീയ സമ്മേളനത്തിൽ ദേശീയ പ്രസിഡന്റ് G. ബാലസുബ്രഹ്മണ്യൻ അവാർഡ് സമ്മാനിച്ചു. ഒക്ടോബറിൽ ഇരിങ്ങാലക്കുടയിൽ നടന്ന സോൺ കോൺഫറൻസിൽ സോൺ 20 മികച്ച ജൂനിയർ ജെസിക്കുള്ള അവാർഡും തോമസ് ടിനി നേടിയിരുന്നു. തൊടുപുഴ ജെസിസ് മുൻ പ്രസിഡന്റ് ടിനി തോമസിന്റെയും ലെനി ടിനിയുടെയും പുത്രനായ തോമസ് ഡീപോൾ സ്കൂൾ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മികച്ച പ്രസിഡന്റിനുള്ള സോൺ അവാർഡ് ഡാനി എബ്രഹാമിന് ലഭിച്ചു. കെവിൻ മാത്യുവിന് കമൽ പത്ര അവാർഡും ലഭിച്ചു. വാർത്താ സമ്മേളനത്തിൽ റിൻഡു രാജ്, സെക്രട്ടറി ബാലു ജോഡി, സോൺ വൈസ് പ്രസിഡന്റ് ഡാനി എബ്രഹാം, ജൂനിയർ JC ലേസൺ ഓഫീസർ ജോസഫ് C. ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. സൂറത്തിൽ വെച്ച് അത് ഡിസംബർ 26 മുതൽ 30 തീയതി വരെ നടന്ന സൂറത്തിൽ വെച്ച് നടന്ന നാഷണൽ കോൺഫറൻസിൽ JCI തൊടുപുഴയുടെ ജൂനിയർ JJ വിഭാഗം കുട്ടികളുടെ വിഭാഗമായ JJ വിങ്ങിൻ്റെ പ്രസിഡൻ്റായ ശ്രീ തോമസ് ടിനിക്ക് നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് കരസ്ഥമാക്കിയത്. ട്രെയിനിങ് സെക്ഷനിലും അതേപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിനായിട്ടുള്ള ക്ലാസ്സുകൾ, പല ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ പല ഓർഫനേജിൽ വിസിറ്റും, അതുപോലെ തന്നെ പല സ്വാതന്ത്ര്യദിനാഘോഷവും, അങ്ങനെ പല അടിസ്ഥാനത്തിലാണ് ഈ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. നമ്മുടെ സോൺ ലെവലിലുള്ള ഏറ്റവും മികച്ച പ്രസിഡൻ്റായി എന്നെ തിരഞ്ഞെടുക്കുകയും അതേപോലെ തന്നെ ഇടുക്കിയുടെ ജനകീയനായ കളക്ടർ V. രതീശൻ പടിയിറങ്ങുന്നു. പട്ടയ പ്രശ്നങ്ങളടക്കം നീറുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന V. രതീശൻ IAS നല്ലൊരു കർഷകനും പരിസ്ഥിതി സ്നേഹിയുമാണ്. വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കുവാൻ ഈ തത്വം നടപ്പിലാക്കിയ ചുരുക്കം ചിലരിൽ ഒരാൾ ആയിരുന്നു V. രതീശൻ IAS. കാട് പിടിച്ചു കിടന്ന കളക്ടറേറ്റിന്റെ മുറ്റമാണ് ചിത്രശലഭങ്ങൾക്ക് താവളമാകുന്ന ശലഭ പാർക്കായി മാറുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നും സമന്വയിപ്പിച്ച 2 കോടി രൂപ മുതൽ മുടക്കിലാണ് കളക്ടറേറ്റും പരിസരവും നവീകരിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും പ്രതിസന്ധി തീർത്ത പട്ടയ പ്രശ്നങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പ്രശംസനീയമാണ്. ഇടയ്ക്ക് സ്ഥലംമാറ്റം വന്നെങ്കിലും ഇടുക്കിയിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുവാൻ ഇദ്ദേഹം എടുത്ത നിലപാടുകൾ തിരിച്ചറിഞ്ഞ മന്ത്രിസഭ സ്ഥലം മാറ്റം റദ്ദു ചെയ്യുകയായിരുന്നു. ഗാന്ധിനഗറിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കിടയിലും പൊതുജന സമ്പർക്കമായി എത്തിയതും വർഷങ്ങളായി കുടികിടപ്പ് അവകാശം പോലും ലഭിക്കാതെ കിടന്നവർക്ക് നിയമസഹായങ്ങളും V. രതീശൻ ഉറപ്പുവരുത്തി. സ്വന്തം താമസ സ്ഥലത്തിനു ചുറ്റും പച്ചക്കറികൾ കൃഷി ചെയ്ത് ഒരു മികച്ച കർഷകനാണ് താനെന്ന് V. രതീശൻ IAS തെളിയിച്ചു. പരിസര ശുചിത്വം നിലനിർത്തുവാനാണ് കളക്ടറേറ്റ് മുറ്റം പൂന്തോട്ടമാക്കിയതെന്നാണ് V. രതീശൻ പറയുന്നത്. ശലഭ പാർക്ക് അതിനൊരു പേരിട്ടുന്നില്ല, നമ്മളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നില്ലാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് പരിസരം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൂക്കളും ചെടികളും ഭാഗമാണ്. പൂക്കളും ചെടികളും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശലഭങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ്. നമ്മൾ ജീവിക്കുന്ന പരിസരം ശുചിയായിട്ട് വെക്കുക, പരിസരത്തിന് ജോലി ചെയ്യാനായി ആവശ്യമായിട്ടുള്ള ഒരു മാനസിക സ്ഥിതി ജീവനക്കാർക്കുണ്ടെങ്കിൽ അവിടെ ഇരിപ്പിടവും നന്നായിരിക്കണം, ഇരിപ്പിടത്തിന് ചുറ്റുമുള്ള ഏരിയയും നന്നായിരിക്കണം. അതുവത്സര ഇടുക്കിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരുന്നവരെ സ്വാഗതം ചെയ്യാനുള്ള മനസ്സ് അവർക്കുണ്ട്, അത് എന്നും തുടരുക. അവർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ പരമാവധി കൂട്ടിക്കൊടുക്കുക, വളർത്തി കൊടുക്കുക. അതാണ് ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക അവർക്കുള്ള സൗകര്യങ്ങൾ. ആ സൗകര്യങ്ങൾ കൊടുത്താൽ തന്നെ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഇടുക്കിയിൽ കൂടുതൽ. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബുധനാഴ്ച രാത്രി ശബരിമല ദർശനം നടത്തി. പമ്പ സംഗമത്തിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രിമാർ ശബരീശ ദർശനം നടത്തിയത്. രമേശ് ചെന്നിത്തല മകനോടൊപ്പം ഇരുമുടിക്കെട്ടേന്തിയാണ് ദർശനത്തിനെത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ O. പനീർശെൽവവും പമ്പ സംഗമത്തിൽ പങ്കെടുത്ത ശേഷമാണ് ശബരിമല ദർശനം നടത്തിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയംചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2395 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 100 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 98 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ജീവനക്കാരുടെ പണിമുടക്കിനോടനുബന്ധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ കോർണർ യോഗങ്ങൾ നടത്തി. തൊടുപുഴയിൽ നടന്ന യോഗം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ഇതിനോടനുബന്ധിച്ച് തൊടുപുഴ SBTക്ക് മുമ്പിൽ നടത്തിയ പ്രകടനവും യോഗവും AIBEA ജില്ലാ സെക്രട്ടറി PK ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ജയ് ഹിന്ദ് ലൈബ്രറി സ്വാശ്രയ സംഘങ്ങളുടെ ഉത്സവത്തോടനുബന്ധിച്ച് 2 വീലർ വിളംബര റാലി നടത്തി. മികച്ച ജൂനിയർ JC അംഗത്തിനുള്ള ദേശീയ അവാർഡ് തൊടുപുഴ ജൂനിയർ JC ചെയർമാൻ തോമസ് ടിനിക്ക്. കളക്ടറേറ്റ് കോമ്പൗണ്ടിലെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.